പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കെ.എം. എബ്രഹാമിന് മുഖ്യമന്ത്രി പദവി നൽകിയതിലുള്ള ഗുഡ്നെസ് ഇപ്പോഴാണ് മനസ്സിലായത്. സെബി അന്വേഷണത്തിൽ കുരുങ്ങാതിരിക്കാൻ വേണ്ടിയാണ് എബ്രഹാമിന് ക്യാബിനറ്റ് പദവി നൽകിയത് എന്ന പ്രതിപക്ഷം വിശ്വസിക്കുന്നു. സെബിയിൽ ഇപ്പോഴും എബ്രഹാമിന് നിർണായക സ്വാധീനമുണ്ട്. CMRലും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടുകൾ സെബി എന്ന സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ പരിശോധിക്കാൻ തീരുമാനിച്ചത് വളരെ പെട്ടെന്നാണ്. CMRലുമായി ബന്ധപ്പെട്ട അഴിമതികൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പരാതികൾ ഓഹരി ഉടമകളിൽ നിന്നും സെബിക്ക് ലഭിച്ചിരുന്നു. കമ്പനിയും സർക്കാർ സ്ഥാപനമായ KSIDCയും തമ്മിലുള്ള ഇടപാടുകൾ അന്വേഷിക്കണമെന്നാണ് സെബി ചെയർമാൻ ലഭിച്ച പരാതി. പരാതികളിൽ പ്രാഥമിക പരിശോധന കഴിഞ്ഞയാഴ്ച തന്നെ തുടങ്ങിയിരുന്നു. CMRൽ ഒരു പൊതുസ്ഥാപനമായത് കാരണം സെബിക്ക് നേരിട്ട് അന്വേഷണം നടത്തുവാനും കഴിയും. സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി അന്വേഷിക്കാം. കമ്പനി കോഴ നൽകിയോ എന്ന് പരിശോധിക്കുവാനുള്ള അധികാരം സെബിക്കുണ്ട്. കമ്പനിയുടെ അക്കൗണ്ട് ബുക്കിൽ തിരിമറി നടത്തിയിട്ടുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ കർശന നടപടി സ്വീകരിക്കാം. കമ്പനി നിയമത്തിന് വിരുദ്ധമായി ആർക്കെങ്കിലും പണം നൽകിയിട്ടുണ്ടെങ്കിൽ അക്കാര്യവും അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമായ KSIDCക്ക് CMRലിന് ഓഹരി പങ്കാളിത്തമുണ്ട്. അങ്ങനെ വരുമ്പോൾ ബന്ധപ്പെട്ട കക്ഷി എന്ന ഗണത്തിൽ ഇത് ഉൾപ്പെടുന്നു. മുഖ്യമന്ത്രിയും സർക്കാരും നിയന്ത്രിക്കുന്ന KSIDCയെ CMRൽ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറ്റകരമായി മാറും. ആദായ നികുതി വകുപ്പ്, കോർപ്പറേറ്റ് മന്ത്രാലയം, SFIO എന്നിവ CMRൽ നടത്തിയ അന്വേഷണത്തിന്റെ വിവരങ്ങളൊന്നും ഓഹരി ഉടമകളെ അറിയിച്ചിട്ടില്ല. നോമിനി ഡയറക്ടർമാരിൽ ചില സർവീസിൽ നിന്നും വിരമിച്ചപ്പോൾ കമ്പനി അവരെ സ്വതന്ത്ര ഡയറക്ടർമാരാക്കിയതിനെക്കുറിച്ച് സെബിക്ക് പരാതി കിട്ടിയിട്ടുണ്ട്. ഇത്തരത്തിൽ സെബിക്ക് ക്രിയാത്മകമായ അന്വേഷണങ്ങൾ നടത്താനും കഴിയും. കെ.എം. എബ്രഹാമിന് ഡൽഹിയിൽ നിർണായക സ്വാധീനമുണ്ട്. അടുത്തിടെ കേന്ദ്ര ധനമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ കെ.എം. എബ്രഹാം പങ്കെടുത്തിരുന്നു. സൂപ്പർ ധനമന്ത്രി എന്നാണ് അദ്ദേഹം പൊതുവെ അറിയപ്പെടുന്നത്. ധനമന്ത്രി KN ബാലഗോപാലിനേക്കാൾ സ്വാധീനം മുഖ്യമന്ത്രിയിൽ കെ.എം. എബ്രഹാമിനുണ്ട്. അദ്ദേഹമാണ് മുഖ്യമന്ത്രിയുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ. കേരളം കണ്ട പ്രഗത്ഭ IASകാരിൽ ഒരാളാണ് കെ.എം. എബ്രഹാം. പഠിച്ചത് എഞ്ചിനീയറിംഗ് ആയിരുന്നുവെങ്കിലും കെ.എം. എബ്രഹാമിന് താൽപര്യം ധനകാര്യത്തിലായിരുന്നു. കേരള സർവകലാശാലയിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗ്, BTech, കാൺപൂർ IITയിൽ നിന്ന് MTech, അമേരിക്കയിലെ പ്രശസ്തമായ മിഷിഗൺ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് എന്നിവ അടക്കം വരെ എത്തി സാങ്കേതിക മേഖലയിലെ വിദ്യാഭ്യാസം. പിന്നീട് ധനകാര്യത്തിലേക്ക് കടന്നിരുന്നു. അമേരിക്കയിൽ നിന്ന് തന്നെ CFI നേടിയ, അതായത് ചാർട്ടേഡ് ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് നേടിയ എബ്രഹാം മറ്റു 2 ലോക പ്രശസ്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ലോകോത്തര സർവകലാശാലകളിൽ നിന്ന് വിവിധ വിഷയങ്ങളിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും പാസ്സായിട്ടുണ്ട്. മെഷീൻ റീഡിംഗ്, ഈ ബിഗ് ഡേറ്റ, സ്റ്റാറ്റിക്കൽ ഇൻഫറൻസ്, അതുപോലെ തന്നെ എക്സ്പ്ലോറ്ററി ഡേറ്റ അനാലിസിസ് എന്നിങ്ങനെ എബ്രഹാം പഠിച്ച വിഷയങ്ങളുടെ എണ്ണം ഏറെയാണ്. ജീവിതത്തിൽ ഏറെക്കാലവും വലിയ വിഷയങ്ങൾ ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ച ആ കണ്ടെത്തൽ മാത്യു എബ്രഹാം കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയാക്കി മാറ്റുകയായിരുന്നു. 1996 നയനാർ സർക്കാരിന്റെ കാലത്ത് ധനകാര്യ സെക്രട്ടറി ആയിരിക്കെ മോഡേണൈസിംഗ് ഗവൺമെന്റ് പ്രോഗ്രാം MGC എന്ന പദ്ധതിക്ക് നേതൃത്വം നൽകിയതാണ് എബ്രഹാമിന്റെ മറ്റൊരു വലിയ നേട്ടം. അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം, അതായത് ASAP എന്ന പേരിൽ വിദ്യാർത്ഥികൾക്കു വേണ്ടി, അതായത് ASAP എന്ന പേരിൽ വിദ്യാർത്ഥികൾക്കു വേണ്ടി ഒരു നൈപുണ്യ വികസന പദ്ധതിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തുടങ്ങി. 3 ലക്ഷം കുട്ടികളാണ് ഈ പദ്ധതിയിലൂടെ വിവിധ മേഖലകളിൽ പരിശീലനം നേടിയത്. 1996 തന്നെയാണ് കേരളത്തിന് ആദ്യമായി വിദേശ ഫണ്ടിംഗ് ലഭിച്ചത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സമയമായിരുന്നു അത്. 2 ഘട്ടങ്ങളിലായി കിട്ടിയ 1300 കോടി രൂപ സംസ്ഥാനത്തിന്റെ പൊതുചെലവുകൾക്കും വിവിധ വികസന പ്രവർത്തനങ്ങൾക്കുമാണ് ചെലവഴിച്ചത്. ധനകാര്യ മന്ത്രിയായിരുന്ന T. ശിവദാസ മേനോൻ ഏറെ അഭിമാനത്തോടുകൂടി അവതരിപ്പിച്ച പദ്ധതിയായിരുന്നു ഇത്. തന്റെ ശക്തി ധനകാര്യ വകുപ്പിന്റെ തലപ്പത്തുണ്ടായിരുന്ന വിനോദ് റായിയും കെ.എം. എബ്രഹാമുമായിരുന്നുവെന്ന് ശിവദാസ മേനോൻ പലപ്പോഴും പറഞ്ഞിരുന്നു. ശിവദാസ മേനോനുമായും ഏറെ അടുപ്പം പുലർത്തിയിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു കെ.എം. എബ്രഹാം. 2008 മുതൽ 2011 വരെ സെബി, അതായത് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് അംഗമായ കാലം കടുത്ത പരിശീലന കാലഘട്ടമായിരുന്നു എബ്രഹാമിന്. സഹാറ ഗ്രൂപ്പിനെതിരെ അദ്ദേഹം നൽകിയ 2 റിപ്പോർട്ടുകൾ സഹാറയുടെ ഭീമമായ സാമ്പത്തിക കടങ്ങൾ പുറത്തു കൊണ്ടുവന്നു. സഹാറ ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റ് കോർപ്പറേഷൻ, സഹാറ ഹൗസിംഗ് കോർപ്പറേഷൻ എന്നിവയുടെ ക്രമക്കേടുകൾ പുറത്തു വന്നതിനെ തുടർന്നത് സഹാറ ഗ്രൂപ്പിന്റെ പ്രധാനി ഈ സുബ്രത റോയി വലിയ കുരുക്കിലുമായി. രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭരായ അഭിഭാഷകർ അണിനിരന്നിട്ടും എബ്രഹാമിന്റെ അന്വേഷണ റിപ്പോർട്ടിനെ വെല്ലുവിളിക്കാൻ കഴിഞ്ഞില്ല.
2014 ഫെബ്രുവരി 17 രൂക്ഷമായ ഭാഷയിൽ പ്രഖ്യാപിച്ച കോടതി വിധിയിൽ ഈ റോയിയെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ ഉത്തരവിടുകയായിരുന്നു സുപ്രീം കോടതി. 2012 ഓഗസ്റ്റ് 31 ജസ്റ്റിസ് JS കെഹാർ, ജസ്റ്റിസ് KS രാധാകൃഷ്ണൻ എന്നിവരടങ്ങിയ ബെഞ്ച് പുറപ്പെടുവിച്ച പ്രസിദ്ധമായ സഹാറ കേസ് വിധിയുടെ അടിസ്ഥാനത്തിലായിരുന്നു 2014 അറസ്റ്റ് ഉൾപ്പെടെ നടന്നത്. അന്നത്തെ കേന്ദ്ര ധനകാര്യമന്ത്രി പ്രണബ് മുഖർജിക്കെതിരെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് നേരിട്ട് പരാതി കൊടുത്ത ആളാണ് എബ്രഹാം.